എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞത് നാടൻ ഫുഡുകളാണ്. ഇന്ന് നമ്മുടെ കൂടെ ചായ കുടിക്കാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. സാർ ഇപ്പം നിലവിൽ MLA ആയിട്ട് 20 വർഷമായി. ഇപ്പോൾ പല സ്ഥലത്തും പോകേണ്ടതായിട്ടുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞത് നാടൻ ഫുഡുകളാണ്. പ്രത്യേകിച്ച് പഴയ ആളുകൾ, പ്രായമായ ആളുകൾ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ്. പണ്ടത്തെ ആളുകൾ മത്സ്യക്കറി വെക്കുന്നത്, മീൻകറി, മുളകിട്ട മീൻകറി, തേങ്ങരച്ച മീൻകറി, ഇതൊക്കെ വെക്കുന്നതിൻ്റെ ഒരു രുചി ഞാൻ ലോകത്തിൻ്റെ പല സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കഴിച്ചപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ നമ്മളുടെ നാടൻ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിവിധ ഇനം ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നാടൻ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ ഒരു ഭക്ഷണത്തോടും എനിക്ക് വിപ്രതിപത്തിയില്ല. എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കും. ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുക. കാരണം നമ്മൾ നാട്ടിലൊക്കെ പോകുന്നത്, നാടുകൾ സന്ദർശിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, അവിടുത്തെ ജീവിത സാമൂഹ്യ ചുറ്റുപാടുകൾ, അവിടുത്തെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഭക്ഷണം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല. എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കും. ഈ 20 വർഷമായിട്ട് ഇപ്പോൾ ഈ നിയമസഭയിൽ സാറിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ നിയമസഭയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നിയമസഭയിൽ നടന്നിട്ടുള്ള സമരപരിപാടി തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു സമരമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തതും ആ സമരത്തിൻ്റെ തീക്ഷ്ണതയും ഇന്നും ഒരു ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കുന്നുണ്ട്. സാർ ഇപ്രാവശ്യം കൂടെ നമ്മുടെ ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയാനുള്ളത്? വലിയൊരു സ്വപ്നമാണ്. അതിൻ്റെ പണം പാസ്സാക്കി കഴിഞ്ഞു. നമ്മളുടെ പടിഞ്ഞാറേക്കര പൊന്നാനി അഴിമുഖത്തുകൂടെയുള്ള ഹൗറ മോഡൽ പാലം എന്നത് 250-300 കോടി രൂപയാണ് അതിന് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത്. നായർത്തോട് പാലം പണിയുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞൊരു 5 വർഷത്തെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് നേരമായിട്ട് നമുക്ക് ജലീൽ സാർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജലീൽ സാറിന് എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നു.